വെൽക്കം ടു CC Plus. ഞാൻ കാർത്തിക. അപ്പം LSS എക്സാം നമുക്ക് ഈ പറയുന്ന ഫെബ്രുവരിയിലോടൊക്കെ കൂടി തന്നെ ഈ പറയുന്ന LSS എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ LSS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ഇവിടെ ശ്രദ്ധിച്ചു. എങ്ങനെ വേണം LSS എക്സാം ഈസി ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്തെല്ലാം ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മിസ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കും അല്ലേ, ഈ LSS എക്സാം എന്ന് പറയുമ്പം ഓക്കെ നിങ്ങൾക്ക് ജനുവരി വരെ പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുന്നതല്ലേ, ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരെ LSS എക്സാമിന് വേണ്ടി എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒരു സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഒരു രീതിയിലല്ല സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇന്ന് മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ LSS എക്സാമിന് പഠിച്ച് ഫുൾ മാർക്ക് നേടാം. ഓക്കെ, അതെങ്ങനെയാണ്, അതിന് എന്തൊക്കെ ടിപ്പുകളും ട്രിക്കുകളും ഉപയോഗിക്കാന്നാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് മിസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കിക്കേ, LSS സ്കോളർഷിപ്പ് എക്സാമിന്റെ EVS പോർഷനിൽ നിന്ന്, അതായത് പരിസര പഠനം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ മിസ് ഈ പറയുന്ന ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തിനാണെന്ന് പറയാം. നിങ്ങൾ ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് എക്സാമിന് എങ്ങനെയാണ് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ വേണം അല്ലെങ്കിൽ ആ കണ്ടന്റ് ഏരിയ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ചോദ്യം വെച്ച് നോക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇത്തിരി എളുപ്പമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണെങ്കിൽ ഓക്കെ എങ്ങനെയെല്ലാം ആയിരുന്നു അല്ലെ എങ്ങനെയാണ് ഇനി ഞാൻ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകൾ പരിശോധിക്കുക. ഇവിടെ നോക്കിയേ, താഴെ കുറച്ച് സസ്യങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. മാവ്, നെല്ല്, തെങ്ങ്, പുളി, കശുമാവ്. ഇത് പുളി എന്നായിരുന്നു കേട്ടോ. പുളി, കശുമാവ്, മുള എന്നിങ്ങനെ കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ചോദ്യം നോക്കിക്കേ മക്കളെ, സസ്യങ്ങളുടെ വേരുപടലം, സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ പ്രത്യേകത എന്നിവ അനുസരിച്ച് പട്ടികയായി എഴുതുക. ഓരോന്നിനും ഓരോ ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ കാണാതെ പഠിക്കും അല്ലേ. ആ വേരുപടലം മനസ്സിലാക്കി പഠിക്കുന്നവരും കാണും. വേരുപടലം, സിരാവിന്യാസം, എന്താണ് വേരുപടലം, എന്താണ് സിരാവിന്യാസം എന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, വേരുപടലം എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് സിസ്റ്റം ആണല്ലേ. അതായത് പ്ലാന്റ്സിന് പല തരത്തിലുള്ള റൂട്ട് സിസ്റ്റംസ് കാണും. അതാണ് ഈ പറയുന്ന വേരുപടലം എന്ന് നമ്മൾ പറയുന്നത്. ഇനി സിരാവിന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വീനേഷൻ, അതായത് ലീഫിനൊക്കെ പലതരത്തിലുള്ള വീനേഷൻ കാണും. അതാണ് ഈ പറയുന്ന സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി ബീജപത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ലേ, അതായത് മോണോകോട്ടിലിഡൻ, ഡൈകോട്ടിലിഡൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം നോക്കിയാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ നേരത്ത് മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കും സിരാവിന്യാസം. എന്താണ് സിരാവിന്യാസം എന്നുള്ളതെന്ന് നിങ്ങളൊരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കും. ആ സിരാവിന്യാസം കാണിക്കുന്ന രണ്ട് ചെടികളുടെ എക്സാമ്പിളും നിങ്ങൾ പഠിച്ചു വയ്ക്കും. അത്രയാണ് നിങ്ങൾ സാധാരണഗതിയിൽ സ്കൂളിലോട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് മിസ്സിന് തോന്നുന്നത്. പക്ഷെ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് നോക്കിക്കേ, ഇവിടെ ഒരു ടേബിൾ ഇങ്ങ് തന്നേക്കുക. ഈ ടേബിൾ എന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, താഴെ കൊടുത്തിട്ടുണ്ട് സസ്യങ്ങളുടെ വേരുപടലം, സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ പ്രത്യേകത എന്നിവ അനുസരിച്ച് പട്ടിക കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ഉദാഹരണം നമുക്ക് എടുത്ത് നോക്കാം. മീൻസ് നെല്ലിന്റെ കാര്യം മാത്രം പറയാം. നോക്കിക്കേ, അപ്പൊ ഈ പറയുന്ന പോലെ നെല്ലിന്റെ വേരുപടലം, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രണ്ടെണ്ണം അല്ലെ രണ്ട് ഉദാഹരണം മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പരീക്ഷയ്ക്ക് ഇവിടെ നോക്കിക്കേ എത്ര സസ്യങ്ങളെയാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നതെന്ന്. അപ്പൊ ഈ സസ്യങ്ങളുടെ എല്ലാം വേരുപടലവും സിരാവിന്യാസവും ബീജപത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന സ്കോളർഷിപ്പ് എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ സ്കൂളിലേക്ക് പഠിച്ചു പോകുമ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഡെഫിനിഷനും അതിന് രണ്ട് എക്സാമ്പിളും ഒക്കെ പഠിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു സ്കോളർഷിപ്പ് എക്സാമിലോട്ട് കയറിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉത്തരം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഈ പറയുന്ന പോലെ നമുക്ക് നെല്ലിന്റെ കാര്യം നോക്കാം. ഈ നെല്ലിന്റെ വേരുപടലം എങ്ങനെയായിരിക്കും?
വേരുപടലം എന്ന് പറയുന്നത് ഈ പറയുന്ന ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കുമോ അതോ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആയിരിക്കുമോ? ഓക്കെ, ഇംഗ്ലീഷിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി മലയാളത്തിലാണെങ്കിൽ പ്രധാന വേരുപടലം അല്ലെങ്കിൽ നാരുവേരുപടലം എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നെല്ലിന്റെ നമുക്ക് നോക്കാം. വേരുപടലം ഏതാണെന്ന് ചോദിച്ചാൽ ഫൈബ്രസ് റൂട്ടാണ് വരുന്നത് അല്ലേ? നാരുവേരുപടലമാണ് ഇവർക്ക് വരുന്നത്. ഓക്കെ, നാരുവേരുപടലമാണ് ഇവർക്ക് വരുന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് എന്തായിരുന്നു മിസ് ചോദിച്ചത്? സിരാവിന്യാസം അല്ലേ? അതായത് വീനേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ വീനേഷൻ ഇവരുടെ ഇലയിൽ എങ്ങനെയാണ്? 2 തരത്തിലുള്ള വീനേഷൻ ആണ് വരുന്നത്. അതായത് പാരലൽ വീനേഷനും റെട്ടിക്കുലേറ്റ് വീനേഷനും. ഈ പാരലൽ വീനേഷന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സമാന്തര വിന്യാസം എന്നാണ്. ഓക്കെ, സമാന്തര വിന്യാസം. അപ്പൊ നമുക്കറിയാം ഇവിടെ എങ്ങനെ വരും? സമാന്തര വിന്യാസം എന്ന് വരും. സമാന്തര വിന്യാസം. ഇനി ബീജപത്രങ്ങളുടെ പ്രത്യേകത. ഓക്കെ, ബീജപത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും? അതായത് മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ പുല്ലുവർഗ്ഗങ്ങളിൽ പെടുന്നവരെല്ലാം ഈ പറയുന്ന മോണോകോട്സിലാണ് വരുന്നത്. അതായത് ഏകബീജപത്രങ്ങളുടെ ഗണത്തിലായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഏകബീജപത്രമാണെന്ന് കരുതാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി, ഒരു സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സിരാവിന്യാസം എന്താണെന്നുള്ളൊരു ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിൾ, ഏതെങ്കിലും 2 എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ, അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് പറ്റില്ല. ഇവിടെ നോക്കിക്കേ, എത്ര സസ്യങ്ങളെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. കൃത്യമായിട്ട് ഈ സസ്യങ്ങളുടെ ഒക്കെ വേരുപടലം എങ്ങനെയാണെന്നും സിരാവിന്യാസം എങ്ങനെയാണെന്നും ബീജപത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയാണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ടേബിൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3 മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഈ പറയുന്ന എക്സാമിന് മുൻ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ പരിശോധിച്ച് ആ ചോദ്യത്തിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കണ്ടന്റ് ഏരിയ പഠിക്കാനായിട്ട്. അതല്ലാതെ സ്കൂളിൽ പഠിച്ചതുണ്ടല്ലോ അത് വെച്ച് എഴുതാമല്ലോ എന്ന് കരുതിയല്ല പരീക്ഷയ്ക്ക് പോകേണ്ടത്. ഇനി നോക്കിക്കേ, ആ ചോദ്യത്തിന്റെ ബാക്കിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പട്ടിക പൂർത്തിയാക്കിയ ശേഷം വേരും സിരാവിന്യാസവും തമ്മിലുള്ള ബന്ധം എഴുതുക. കണ്ടോ എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. അതായത് ഈ പറയുന്ന വേരും സിരാവിന്യാസവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്നാണ്. അതായത് ഈ പറയുന്ന റൂട്ട് സിസ്റ്റം, അത് നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചതെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും റൂട്ട് സിസ്റ്റവും വീനേഷനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഫൈബ്രസ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫൈബ്രസ് റൂട്ട് അതായത് നാരുവേരു പടലമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, സമാന്തരമായിരിക്കും. ഇനി അതല്ലെങ്കിൽ അടുത്തത് എന്തായിരുന്നു? ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലേ? പ്രധാന വേരുപടലം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വീനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റെറ്റിക്കുലേറ്റ് ആയിരിക്കും. വീനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് ആയിരിക്കും. അതായത് ജാലിക സിരാവിന്യാസം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് ആ ടേബിളിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ പറയുന്ന റൂട്ട് സിസ്റ്റവും വീനേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ ഒരു ഏരിയ നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് വന്ന് മനസ്സിലാക്കി ഇത്ര മാർക്കിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് പോലെയല്ല ഒരു സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തിരി കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന്, ആ ചോദ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഓരോ കണ്ടന്റ് ഏരിയയും പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഭാഗം ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, കേരളത്തിലെ 2 നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള പ്രസ്താവനകൾ വായിക്കുക. ഓക്കെ, ഇവിടെ പ്രസ്താവനകൾ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഈ പ്രസ്താവനകളിൽ സൂചിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകന്മാർ ആരെല്ലാം? സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാ? നമ്മൾ ആ പറയുന്ന നവോത്ഥാന നായകന്റെ പേര് പഠിക്കും, അതിന്റെ അടിയിൽ എഴുതാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ സ്കൂളിലോട്ട് വേണ്ടി പഠിക്കുമ്പോൾ ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു പേര് പഠിക്കുന്നു, അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇവിടെ ചോദ്യം വന്നേക്കുന്ന നോക്കിയേ, കൃത്യമായിട്ട് ഒറ്റ സെന്റൻസേ തന്നിട്ടുള്ളൂ. അപ്പൊ അത്ര പിൻ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ ആ നവോത്ഥാന നായകൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു ഇതിന്റെ ഉത്തരം?
ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ കേട്ടോ. അയ്യങ്കാളി എന്നുള്ളതായിരുന്നു ഉത്തരം. ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നോക്കാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു ആയിരുന്നു തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഉത്തരം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന നോക്കിയേ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചോദ്യം എങ്ങനെ ചോദിച്ചെന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഒറ്റ ഒരു സെന്റൻസ് മാത്രം, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ആ നവോത്ഥാന നായകനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാവണം. നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ നവോത്ഥാന നായകന്റെ പേര് ഓർക്കുക, അല്ലെ പേരെഴുതി അതിന്റെ താഴെ കൃത്യമായിട്ട് ബുള്ളറ്റ് പോയിന്റ്സിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അത് വീണ്ടും വീണ്ടും വായിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ഇതേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ നവോത്ഥാന നായകൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഒരുപാട് പേരെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യ എന്റെ രാജ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി എഴുതി വയ്ക്കണം. ഇനി അടുത്ത നോക്കിയേ, ഓരോരുത്തരുടെയും പ്രത്യേകതകൾ പട്ടികയാക്കുക. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ ഉപയോഗിച്ചാൽ സ്കൂളിലേക്ക് പഠിക്കുന്ന ഒരു മാർഗം അവിടെ യൂസ്ഫുൾ ആവും. അതായത് നിങ്ങൾ നവോത്ഥാന നായകന്റെ പേര് പറയുന്നു, അതിന് താഴെ എഴുതാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമല്ലോ. അതൊരു പട്ടികയായിട്ട് രേഖപ്പെടുത്താനാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, 5 മാർക്കിന്റെ ചോദ്യം. അതായത് ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. അപ്പം ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ മിസ് പറഞ്ഞത് മറക്കരുത്. ഓരോ നവോത്ഥാന നായകന്മാരിൽ നിന്നും പഠിക്കാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കണം. കൃത്യമായിട്ട് ഓരോ നവോത്ഥാന നായകന്റെ പേരും അതിന്റെ താഴെ ആ പോയിന്റ്സും എഴുതി വെച്ച് പഠിക്കണം. കാരണം അതായിരിക്കും പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഇനി വേറൊരു രീതി നോക്കാം ചോദ്യത്തിന്റെ. ഇവിടെ നോക്കിക്കേ, വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു മാർക്കിന്റെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്ന 1 ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയായിരിക്കും. അതിനൊറ്റ ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി. അതായത് സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതെന്നാണ്. സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന ഇത് ഏത് പാഠഭാഗത്തു നിന്ന് വരുന്നതാണെന്നറിയോ? അതായത് ജീവികളും ചുറ്റുപാടുകളും, ലിവിങ് തിങ്സ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടുകളും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ നിങ്ങൾക്കറിയാം ആവാസം എന്താണ്, ആവാസ വ്യവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവിടെ കൃത്യം ചോദിച്ചേക്കുക സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥ. അപ്പൊ സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾ അറിയണം, അതിന് ഉദാഹരണം നിങ്ങൾ അറിയണം. അപ്പൊ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് ആവാസ വ്യവസ്ഥ എന്ന് പഠിച്ചു, അപ്പൊ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ ഏതാന്ന് അറിഞ്ഞിരിക്കണം. സ്വയം നിർമ്മിതമായ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ളതുണ്ട്. ഓക്കെ, അതിന് ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എന്തായിരിക്കും വരുന്നത്? കുളം നമുക്ക് പറയാം അല്ലെ. സ്വയം നിർമ്മിതമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കണ്ടന്റ് ഏരിയ പഠിക്കുമ്പോഴും ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, നേരെ ചോദ്യങ്ങൾ ചോദിക്കാം. 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും ഈ ചോദിക്കുന്ന ഒറ്റ മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ഇച്ചിരി GK ഒക്കെ അറിഞ്ഞിരിക്കണം. കാരണം ജനറൽ നോളജ് ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട്, പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമമായ ഉപഗ്രഹം ഏതാണെന്ന്. അപ്പൊ തൊട്ടു മുന്നേ ചോദിച്ച 1 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെ ചോദിച്ചതാ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തു അങ്ങനെ ചോദിക്കാം, അതല്ലാതെ ജനറൽ നോളജ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എഡുസാറ്റ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമമായ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് എഡുസാറ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള 1 മാർക്കിനുള്ള ചോദ്യങ്ങളും ചോദിക്കാം, അതല്ലാതെ പൊതുവിജ്ഞാനവും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യമായിരുന്നു. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 മാർക്കൊക്കെ നിങ്ങൾക്ക് നേടിത്തരുന്ന ചോദ്യമായിരുന്നു കേട്ടോ. അപ്പൊ പഠിക്കുമ്പോൾ ആ പറഞ്ഞ രീതിക്ക് പഠിച്ചു പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, ഇതും മറ്റൊരു ടൈപ്പിലുള്ള ചോദ്യമാണ്. അതായത് നേരത്തെ കൃത്യമായിട്ട് ഒറ്റ ഒരു ഉത്തരം നിങ്ങൾ എഴുതാനുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷന്റെ അകത്തുനിന്ന് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന അനുകൂലനം ഏത്? ഓക്കെ, മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്ന അനുകൂലനം ഏതാണെന്നാണ് ചോദ്യം. ഇതേ ഉത്തരം ഓപ്ഷൻ ബി അല്ലേ? നോക്കിയേ, തോണിയുടേത് പോലെയുള്ള 2 അറ്റം കൂർത്ത ശരീരാകൃതി. ഇത് ജീവികളും ചുറ്റുപാടും എന്ന പാഠഭാഗത്ത് കൃത്യമായിട്ടുള്ളതാണ്.
അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് നേരെ എഴുതാനുള്ള ഉത്തരവും ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഓപ്ഷൻ തന്നിട്ട് കൃത്യമായിട്ട് ഉത്തരം ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്ക്, നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും. അപ്പം ഇതെല്ലാം പഠിക്കുമ്പം ഇതിൽ നിന്ന് ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓരോ ചോദ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഈ ഒരു ഭാഗം വായിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ച ഭാഗത്തുനിന്ന് LS എക്സാമിന് എങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, സ്കൂളിലേക്ക് മാത്രം പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം ചോദ്യം ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാന്നൊക്കെ ആരെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇത്രയും കൂടി ഈസി ആവൂലേ? ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈസി ആക്കി തരാനായിട്ട് ഒരുപാട് സമയം LSS സ്കോളർഷിപ്പ് അല്ലെങ്കിൽ LSS USS സ്കോളർഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾ സ്കൂളിലേക്ക് പഠിക്കുന്ന കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും ടിപ്സും ട്രിക്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന LSS അല്ലെങ്കിൽ USS സ്കോളർഷിപ്പ് നേടിയെടുക്കാം. അതിന് നിങ്ങളെ CC+ന് സഹായിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കണ്ടല്ലോ, 9496949929 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് LSS USSന്റെ ബാച്ചസ് ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് LSS USSന്റെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോ. സ്കൂളിലോട്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കൂടി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് LSS USS സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.